ഫസ്റ്റ് ഡേ ആയിട്ട് ആരും കാണുന്നില്ലല്ലോ. പാത്തു എത്തിയില്ലേ? അവളല്ലേ അവള് പുറപ്പെട്ടെന്ന് പറഞ്ഞേ? അവളെയും കാണുന്നില്ല. ദേ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലേ? നമ്മള് നേരത്തെ വന്നില്ലേ? അതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഈ മറ്റേ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടാവുന്നതാണല്ലോ. അകത്തേക്ക് കയറിയാലേ അറിയോ? നമ്മളെന്താണെങ്കിൽ പറഞ്ഞ സമയത്തിന് ഒരു മണിക്കൂർ മുമ്പാ വന്നിരിക്കുന്നത്. അത് നീ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാരും വന്നിട്ട് അകത്തേക്ക് പോവാം. അത് ശരിയാ, പാത്ത് വന്നിട്ട് അകത്തേക്ക് പോവാം. നമുക്ക് ഗേറ്റിൽ കാത്തു നിൽക്കാം. എപ്പോഴെങ്കിലും അവൾ ഇങ്ങോട്ട് എത്താ ആർക്കറിയാം. ദേ ആ ജെന്നിയുടെ ചേച്ചി വരുന്നു. അവളെന്തിട്ട് നേരത്തെ ഓ സ്റ്റൈലായിട്ടുണ്ടല്ലോ. പൊളി പൊളി. പിന്നാലെ അവളുണ്ടാവും ആ ജെന്നി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ജെന്നി എവിടെന്നാണോ അങ്ങനെയൊക്കെ ചോദിച്ചാ? അതെ, ജെന്നിയെ ഇനി സ്കൂളിലേക്ക് വരില്ല. അതെന്താ? അവൾ തട്ടിപ്പോയോ? ഡേ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോ അങ്ങനെ സന്തോഷിക്കണ്ട. ഞാനൊന്നും പറയുന്നില്ല തൽക്കാലം. അയ്യോ, നിങ്ങൾ അനിയത്തിക്ക് എന്ത് പറ്റാൻ ഞങ്ങൾക്ക് എന്താ? അവൾ ഞങ്ങളുണ്ടാനാ? അല്ല, അവളിനി സ്കൂളിലേക്ക് വരില്ല എന്ന് പറഞ്ഞാ അത്രയും സന്തോഷം ഞങ്ങൾക്ക്. അത്ര അടിച്ചു പൊളിക്കാലോ ഇവിടെ. അതെ, അവള് പറഞ്ഞ ശരിയാ. സ്കൂൾ വല്ല മാറിയോ തമ്പുരാട്ടി? അതെ, കള്ളം പറയല്ലേ. കള്ളം വെച്ച നോണ പറയല്ലേ ചേച്ചി. ഉള്ള നോണ പറ, ഉള്ള നോണ. ഈ ഭൂമി ഇടിഞ്ഞു വീണാലും അവള് സ്കൂൾ മാറുന്നു പറഞ്ഞാ ഞങ്ങളെ വിശ്വസിക്കത്തേയില്ല. ഉറപ്പാ. അവളെ ഈ സ്കൂൾ മാറാനേ തക്കതായ കാരണമുണ്ട്. ആ കാരണം എന്താന്നറിയുമ്പോ നിങ്ങളുടെ ഈ ജാടയൊക്കെ പോയിക്കോട്ടെ. അല്ല, ശരിക്കും ശരിക്കും അവള് സ്കൂൾ മാറി. ആദ്യ പിള്ളേരെ അവര് സ്കൂൾ മാറി. അവരെന്ന് പറയുമ്പോ ക്ലാരും. അല്ല, എന്റെ അമ്മ ഇപ്പൊ ഞങ്ങൾക്ക് ബുക്കും ബാഗും കൂടെ അങ്ങനെയായിട്ട് ക്ലാരി വിളിച്ചപ്പോ ക്ലാരി വന്നായിരുന്നു. എന്തായാലും സ്കൂൾ മാറാനുള്ള കാരണം ഈ അടുത്തുണ്ടായേ, അതുകൊണ്ടാ മാറിയേ. പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ മാനേജ്മെന്റുമായി നല്ല ഇടപാടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറാനും താക്കാനൊക്കെ പെട്ടെന്ന് പറ്റും. അല്ല, ചേച്ചി എന്താ പറഞ്ഞേ? എനിക്ക് സ്കൂളിൽ പ്രോബ്ലംസ് ഇല്ല. ഐ ലൈക്ക് ദി സ്കൂൾ. അതിന് അവർക്ക് എന്താ ഇവിടെ പ്രോബ്ലംസ്? ഞങ്ങളായിരിക്കും. എവർ നിങ്ങളാവില്ല. കാരണം നിങ്ങളെ പോലത്തെ ചികളി കേസൊന്നും എന്റെ ജെന്നിയെയും ക്ലാരയും ബാധിക്കില്ല. ഞങ്ങളല്ലാത്താരാ അവർക്ക് വേറെ ശത്രുക്കളായുള്ളത്? ഞങ്ങളൊരു വേറെ ശത്രുക്കളല്ലേ? പിന്നെന്തിനാ അവൾ സ്കൂൾ മാറിയത്? അതിനൊരു കാരണം വേണ്ടേ? മക്കളെ, എല്ലാം വഴിയെ മനസ്സിലായിക്കോളും. ഇപ്പൊ നിങ്ങളെ ഒന്ന് ശാന്തരാവ്. എന്തായാലും നിങ്ങൾ അനുഭവിക്കും. അവള് പോയ പിന്നെ ഞങ്ങൾക്ക് ഈ സ്കൂളിന്റെ പ്രശ്നം. ഞങ്ങൾ സ്കൂളിൽ സോ ഹാപ്പി. ഹാപ്പി ഹാപ്പി. എന്താണെന്നൊക്കെ കണ്ടറിയാം. എന്തോന്ന് കൊണ്ടോ കണ്ടറിയാന്നേ പറഞ്ഞില്ലേ മക്കളെ? കണ്ടറിയാം. അതിനപ്പുറം ചോദിക്കാൻ നിൽക്കണ്ട. ജെന്നി സ്കൂളിൽ നിന്ന് പോകണമെങ്കിൽ തക്കതായ കാരണങ്ങളും നിങ്ങൾക്ക് അറിയാലോ. അപ്പോ അത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. അത് ശരിയാണല്ലോ. ജെന്നിയെ സ്കൂളിൽ വിട്ട് ഞങ്ങൾ ദ്രോഹിക്കുന്നൊക്കെ നിർത്തി പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം കാണും. ബട്ട് എന്താ കാരണം? അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. സ്കൂളിലുള്ളവർക്ക് വട്ടായതാണോ? അതോ ഞങ്ങൾക്ക് വട്ടായതാണോ? അതോ ചേച്ചിക്ക് വട്ടായതാണോ? അതോ ജെന്നിക്ക് വട്ടായതാണോ? എന്താ കാര്യം? എല്ലാം മനസ്സിലാവും മക്കളെ. നിങ്ങൾ വെയിറ്റ് ആക്ക്. ലൈഫ് ഇസ് സോ ഷോർട്ട്. എൻജോയ് ഇറ്റ്. അങ്ങനെയല്ലേ? അതുകൊണ്ടാ എന്റെ ജെന്നി ഇവിടുന്ന് പോയത്. എന്തോ തേങ്ങ, എനിക്ക് മാത്രമാണോ ഒന്നും മനസ്സിലാകാത്തത്? എനിക്ക് മനസ്സിലായിട്ടില്ലടി. എടി, എന്തൊക്കെ ഇവിടെയൊക്കെ പ്രശ്നം കേട്ടോ. അതെനിക്ക് തോന്നി. ഈ പാത്തു ഒന്ന് വന്നിരുന്നെങ്കിൽ കാര്യം എന്താണെന്ന് അറിയണോ? പാത്തുവിനാണെങ്കിൽ കാണുന്നില്ലല്ലോ. എന്റെ ദൈവമേ, അവള് സ്കൂൾ മാറുക. അവള് നമ്മുടെ കൂടെ ഉള്ളതല്ലേ. അവൾ സ്കൂൾ മാറി നമ്മളറിയാം. ഇവിടെ പിന്നെ അവിടെ എവിടെ ഉള്ളതല്ലേ. അവള് സ്കൂൾ മാറാൻ നമ്മളെങ്ങനെ അറിയണം? അല്ലേ, മാറാൻ സാധ്യതയില്ലാത്ത ചിലരൊക്കെ മാറിയതുകൊണ്ട് ചോദിച്ചു പോയതാ. എന്തായാലും നമുക്കിനെ സമാധാനത്തോടെ ഇരിക്കാലോ. പക്ഷെ ജെന്നിയുടെ ചേച്ചിയുടെ വർത്തമാനം കേട്ടിട്ട് എന്തോ വലുത് വളർന്നിരിക്കുന്ന പോലെ അതെനിക്ക് തോന്നി. ഇതുവരെ തോന്നലല്ല, എന്തോ വലുത് വരാനുണ്ട്. അത് മനസ്സിലാക്കിക്കോ മോളെ. ഇതാരാ? ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പലിന്റെ കസിനാ. ഞാനേ നിങ്ങൾക്ക് കുഞ്ഞുമത്താൻ അറിയാലോ. കുഞ്ഞുമോന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഇവിടുത്തെ പ്രിൻസിപ്പളെ. ഇന്റെ കസിനാ. അതിനൊന്നും ഞാൻ പറഞ്ഞതാണ് കുട്ടികളെ കണ്ടപ്പോ. അല്ല, ഇന്നിവിടെ ആരോ വരുന്നുണ്ട് പറഞ്ഞേ. ആര് വരണേ? ഇന്നിവിടെ കുറെ കുട്ടികൾ വരുന്നു. പിന്നെ 5ലേക്ക് കുറെ പുതിയ കുട്ടികൾ വരും. വേറെ എന്താ ഇവിടെ? അല്ല കുട്ടികളെ, നിങ്ങൾ ഇവിടെ 5നാ ചേർന്നേ? ഞങ്ങൾ ഇവിടെ 5നാ ചേർന്നേ. ഇപ്പൊ 6ലേക്ക് പഠിക്കാൻ പോകുന്നു. അപ്പൊ 4 പേര് ഓടിയുന്നേ. ഞങ്ങൾ പ്രൈവറ്റിലായിരുന്നു. എന്താ ഇവിടെ ഭൂകമ്പം ഉണ്ടോ? ഒരു ചെറിയ ഭൂകമ്പം വരാണ്ട്. ഇന്റെ പേരക്കുട്ടി ഇവിടെ പഠിച്ചണ്ടേ. അവളെ നിങ്ങളിപ്പോ ഉള്ളതാണ്. അപ്പൊ ഓളെ ക്ലാസ്സിലേ ഓളെ 3ാം ക്ലാസ്സിലായിരുന്നു ഒരു പൊട്ടി പെണ്ണുണ്ടേന്നത്രേ. ആ പെണ്ണിന്റെ കുട്ടിനി ഈ സ്കൂളിൽ ആ 4ാം ക്ലാസ് പഠിക്കില്ല 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ എല്ലാവരും അടുങ്ങറാക്കുന്ന കുട്ടിയാ തരയത്. വല്ലാത്ത സ്വഭാവത്തിരെ. ഞാൻ പറയേ, നിങ്ങളൊക്കെ സൂക്ഷിച്ചോളി. നിങ്ങൾക്ക് വലിയ ടീമാണ് ഞാൻ കേട്ടിക്കണ കുഞ്ഞുമോന്റെക്കുന്നത്. അതേത് കുട്ടി? അതിന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ആ കുട്ടി ഞാൻ കണ്ടിക്കണ മീറ്റിങ്ങിന് വന്ന ടൈമിലൊക്കെ. ഞാനാണ് എപ്പോഴും പേരക്കുട്ടികൾക്ക് മീറ്റിങ്ങിന് വരിക. കുഞ്ഞുമോണല്ലോ അതിന് വരില്ല. നമ്മളെ ഡോക്ടറാണ്. പിന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് വെച്ച് നമ്മൾ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചാൽ ആൾക്കാരൊന്നും നമ്മളിപ്പോ റിട്ടയർഡ് ആവാനായില്ലേ. അപ്പൊ നമുക്ക് കുറച്ച് ലീവൊക്കെ കിട്ടേ. നമ്മളിങ്ങനെ അന്നൊക്കെ പിന്നെ ഡോക്ടറെ വില പറയാൻ വേണ്ടി വന്നേന്നു. അന്ന് എപ്പോഴോ എന്നോ 2-3 മീറ്റിംഗ് വന്നിട്ടുള്ളൂ. അവളൊക്കെ ഈ കുട്ടിയെ കണ്ടിക്കണേ. ഈ കുട്ടിയാളെ കുറച്ച് പെസകാ. ആ ജെന്നിന്റെ ഇത് കുട്ടി എപ്പോഴും പറയില്ല ജിന്നിയെ പറ്റിയോ കുട്ടിയെ സ്വഭാവമാണെന്ന്. അതിനൊക്കെ ചിന്നിന് സ്വഭാവത്തിലെ കുട്ടിക്ക് നല്ല പഠിച്ചോല. അങ്ങനെ ക്വാളിറ്റി. അതേത് കുട്ടി? 3ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ആ കുട്ടി ഇങ്ങോട്ട് പോയി. അത് ഗൾഫൊക്കെ പോയി തരേ. ഗൾഫിലായിരുന്നു ഇത്രയും കാലം പഠിത്തൊക്കെ. ഇനിയിപ്പോ ഇങ്ങോട്ട് തന്നെ വരികയാണല്ലോ.
നിങ്ങളെ കാര്യമൊക്കെ കട്ടപ്പോ കേട്ടോ. ഇവിടുത്തെ ടീച്ചർമാർക്കൊക്കെ അതിന് വലിയ കാര്യമാണ്. നിങ്ങൾ കാര്യം കട്ടപ്പോയേ. വിവരം അനുസരിച്ച് നിങ്ങളെ ക്ലാസ്സിലെന്ന് തോന്നുന്നു. പാത്തുവിന്റെ ക്ലാസ്സിലാണെന്ന് ഞാൻ കേട്ടത്. നിങ്ങളൊക്കെ പാത്തുവിന്റെ ക്ലാസ്സിൽ വിട്ടാളല്ലേ? ആണല്ലോ. ഏതൊരു കുട്ടി? ഞങ്ങൾ ഇതുവരെ കേട്ടില്ലല്ലോ. ഈ സ്കൂളിലെ കണ്ടമാന ടീച്ചേഴ്സിനൊക്കെ കയ്യിലാക്കിയ കുട്ടിയാ മോളെ അത്. അന്നേന് UP LP പിടിച്ചടക്കിയതാ. ഹൈസ്കൂൾക്കൊക്കെ വലിയ നാട്ടയ്യ. ആ കുട്ടി നല്ലോണം പഠിക്കും, എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. മോളെ വാപ്പേ പോലീസാണ്. അതാണ് ഇവർക്ക് വല്ലാത്തൊരു സ്നേഹം കൂടുതൽ. അപ്പൊ കുട്ടികളെ സൂക്ഷിച്ചോളിങ്ങ ക്ലാസ്സിലാണ് കേട്ടത്. ഞാനിപ്പോ അവിടെയുള്ള പേരൻസിനോടൊക്കെ വർത്താനം പറഞ്ഞു വരികയാണ്. ഇവിടെ ആകെ 4-5 ആൾക്കാർ വന്നിട്ടുള്ളൂ. നമ്മൾ രാവിലെ തന്നെ പേരക്കുട്ടിനെ ആക്കിയിട്ട് പോവാ വിചാരിച്ച്. ഓളമ്മ ജോലിക്ക് പോണതാണ്. അപ്പോൾ ഓളെ ആക്കിക്കാണ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാൻ. അല്ല, ഈ കുട്ടിന്റെ പേരെന്താ? പേരിപ്പോ എന്തെങ്കിലും അങ്ങോട്ട് പൊടുത്തം കിട്ടണില്ലല്ലോ. ഒരു നല്ല കനത്തുള്ള ഒരു പേരായിരുന്നു. ആടെ പൊടുത്തം കിട്ടില്ല. ഏതായാലും നിങ്ങൾ ക്ലാസ് കൊടുക്കുമ്പോൾ കാണാലോ. ഇന്ന് വരേക്കാരം. ഇന്ന് വരേക്കാരം. ഇന്ന് വരുമോ? വരുന്നാണ് പറയുന്നത്. വരേക്കാരിക്കാം. വന്നില്ലല്ലോ. വരാതെ ഇങ്ങോട്ട് പോവാനാ? ഈ കുട്ടിന്റെ ഇപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൾ ആരും ആണ്. എന്തൊക്കെയാ കുട്ടിക്ക് ഇവിടെ നല്ല ഇടപാടുണ്ട്. ജെന്നിനെക്കാളും ഇവിടെ നല്ലതൊരാളാ. ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ കൽബാണ് കുട്ടി. ഇന്ന ടീച്ചർ കിടക്കാം. അതിന് ഞങ്ങളുടെ ടീച്ചർ ഇപ്പൊ ആർക്കും മാറിയില്ലേ? ഏത് ടീച്ചർക്കായാലും ഓർഗനൈക്കാൻ വലിയ കാര്യം. എന്റെ പേരക്കുട്ടിന് ഒരു വില ഓർക്കുണ്ടായിരുന്നില്ല. ഓക്കോ, ആ കുട്ടിനെ കണ്ട് പഠിക്കുക, ആ കുട്ടിനെ കണ്ട് പഠിക്കാറുണ്ട്. എന്റെ പേരക്കുട്ടിനൊക്കെ ഒരു താത്തിയോട് കെട്ടിന്നു. ഇനിയിപ്പൊ നിങ്ങളൊക്കെ അവസ്ഥ അല്ലായിരിക്കും. ചേട്ടാ, എന്താ? ചേട്ടന് ദേവചേച്ചിയുടെ ക്ലാസ്സിലുള്ളതല്ലേ? അതെല്ലോ. ചേട്ടൻ ഇവിടെ 1 മുതൽ ഇവിടെ ഉള്ളതാണോ? ആണല്ലോ. അപ്പൊ ഈ ചേട്ടന് ഒരു പുതിയ കുട്ടിയെ അല്ല, എങ്ങനെ പിടി പറയാ? ആരെ കുറിച്ച് ചോദിക്കുന്നേ? ചോദിക്കേ. അത് പിന്നെ ചേട്ടാ, എന്തായിരുന്നു എന്ന് കിട്ടിയില്ല. ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. 3 പേരെ പിന്നെ ഗൾഫിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കച്ചറയാ, ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞു. അയ്യോ, എനിക്കറിയില്ലല്ലോ അങ്ങനെ ഒരു കുട്ടിയായിരുന്നു. അല്ല, കുട്ടി ഇപ്പൊ എത്രയില്ല? 6th ലാ. ഓ, എനിക്കറിയില്ല. എനിക്ക് പിന്നെ 6th ലുള്ളവരെ കുറിച്ചൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിലെ ഉള്ളവരെ കുറിച്ചല്ലേ അറിയൂ. അതല്ലേട്ടാ, ഞങ്ങളോട് പറഞ്ഞ ആള് സ്കൂളിൽ ഫുൾ അറിയുന്ന പറഞ്ഞു. ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയുടെ ഒരു പാരന്റാ പറഞ്ഞേ. അത് പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ പെട്ടതാണല്ലേ, ആ കാറ്റഗറിയിൽ മാത്രമായിരിക്കും. അപ്പൊ ആള് അത്ര ഫേമസ് അല്ല. നമ്മുടെ ബാച്ചിൽ മാത്രം, 6th ബാച്ചിൽ മാത്രം. അതെന്താ? അപ്പൊ ചേട്ടന്മാർക്കൊന്നും അറിയില്ല സംഭവം? അല്ല, എന്താ ഇത് ചോദിക്കാനായിട്ട്? ഒരു പ്രത്യേക ചോദ്യമൊക്കെ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. അല്ല, ദേവു ഒന്നില്ലേ? ദേവു ചേച്ചി ഒരുങ്ങിട്ടാവുന്നേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ പോന്നതാ. ഓ, അപ്പൊ മോളെ, ഇത് നമ്മുടെ 6th ബാച്ചിൽ മാത്രമേ അറിയൂ. ഈ സ്കൂൾ ഫുള്ളൊന്നും അറിയില്ല. നമ്മളോട് പറഞ്ഞാളെ കുറച്ച് കൂട്ടി പറഞ്ഞതാ. ആരായിരിക്കും പുതിയ കുട്ടി? എങ്ങനെയൊക്കെ ആരാ പുതിയ കുട്ടി എന്നറിയണം. എന്നിട്ട് വേണം പേടിക്കണ വേണ്ട നാളേക്കാൻ. ഇന്ന് ദിവസം പോയി. പുതിയ കുട്ടി പുതിയ കുട്ടി പുതിയ കുട്ടി പുതിയ കുട്ടി. കേട്ട് മടുത്തു. അവക്കെന്താ ഇത്ര പ്രത്യേകത? എന്തിനാ എല്ലാവരും ഇങ്ങനെ അവളെ പൊക്കി പറയുന്നേ? അതിന് എല്ലാരും പറഞ്ഞില്ലല്ലോ. ആ അമ്മച്ചി മാത്രമല്ലേ പറഞ്ഞോളൂ. അതേ നമ്മളിങ്ങനെ ടെൻഷൻ ആവുന്നേ. ഒരാളെ പറഞ്ഞോളൂ. പിന്നെ ആ ജെന്നിയുടെ ടീച്ചർ വർത്തമാനം വെച്ചൊക്കെ നോക്കുമ്പോ എന്തേലൊക്കെ ആവട്ടെ. പാത്തു, നീ വന്നോ? ഞാൻ വന്നേ. അല്ല, ഞങ്ങൾ എന്തോടിക്ക് വന്നേ? അപ്പൊ മദ്രസക്ക് പോയതാ പറഞ്ഞേ. നേരത്തെ കാലത്തിന് സ്കൂൾക്ക് വേണ്ടിക്കണേ. നിങ്ങൾ നേരത്തെ വന്നിക്കണ പറഞ്ഞിട്ട് ഞാൻ മദ്രസ ഇട്ട് അന്നേക്ക് ഒരുങ്ങാ വേണ്ട വന്നാണ്. ഞങ്ങളെ കുഞ്ഞുമ്മത്താന്റെ ഫ്രണ്ട് ഡോക്ടറെ കണ്ടു. കണ്ട എന്റെ വല്യമ്മക്ക് അതിനെ തീരെ ഇഷ്ടമല്ല. അതിനിപ്പോ എന്താ പറയാ, ഒരാൾ സ്വഭാവം വെക്കണത്രേ. അതൊക്കെ പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ അടുത്തൊരു കള്ളൊക്കെ പറഞ്ഞു. നീ സ്കൂളിലേക്ക് പുതിയൊരു കുട്ടി വരാൻ പോകുന്നെന്നും നീ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടിയാണെന്നും ഗൾഫിൽ പോയതാണെന്നൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടിയോ? ഞാനിതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടിയാണല്ലോ. അപ്പൊ എനിക്കറിയോ? അതിന് പേര് പറയും, നല്ല എനിക്ക് മനസ്സിലാവും. പേര് അറിയില്ല, ആ സവിശേഷത പറഞ്ഞുതരാം. എന്താണ് ഇവിടെ എന്താ പറയപ്പോ, അവിടെ ഭയങ്കര ജാട, ജെന്നിലേക്ക് പോലെ ഭയങ്കര ജാടക്കള്ള ഒരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ ഒരു കുട്ടി